അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഗീബത്തും നമീമത്തും ഒക്കെ വല്ലാതെ സൂക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ വിശ്വാസികൾ, പ്രത്യേകിച്ച്. അല്ലാതെ തന്നെ എല്ലാ മനുഷ്യരും ഗീബത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാവില്ല. ഗീബത്ത് കൊണ്ട് നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോവുക, തകർന്നു പോവുക. ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തുമ്പോൾ ശവം തിന്നേണ്ട അവസ്ഥ എത്തിച്ചേരുമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഗീബത്ത് പറയാൻ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വാട്സപ്പിലാണ് ഗീബത്ത് പറയാം. പണ്ടൊക്കെ ആളുകൾ കണ്ടുമുട്ടുന്ന സ്ഥലത്താണ് ഗീബത്ത് പറയുന്നതെങ്കിൽ ഇന്നത് മാറിയിട്ട് വാട്സപ്പിലൂടെയാണ് പറയാം. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ പറയാം. ഒരു ഗ്രൂപ്പ് അതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കുക, എന്നിട്ട് ഒരാളെ കുറ്റം പറയാം. കുടുംബത്തിലൊരു സംഭവം ഉണ്ടായാൽ അത് അപ്പോൾ തന്നെ വാട്സപ്പ് ഓണാക്കി ഒരാൾ വോയിസ് ഇടുക, ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നത് നടന്നിട്ടുണ്ട്. എത്ര മനുഷ്യന്മാരാണ്. അത് രാവിലെ പള്ളികളിലേക്ക് വരും. പള്ളിയിൽ ഇരുന്ന് ഇബാദത്തുകളൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി 4 കടകളിൽ 4 ആള് കൂടി ഇരുന്നിട്ട് കണ്ട ആളുകളുടെ മൊത്ത ഗീബത്തും നമീമത്തും പറഞ്ഞ് ചെയ്ത അമല് മുഴുവൻ പൊളിച്ചു കളയും. അങ്ങനെ എത്ര മനുഷ്യന്മാർ 3:30 4 മണിക്കൊക്കെ വന്നിരുന്നിട്ട് പള്ളിയിലൊക്കെ വെറുതെ വന്നിരുന്നാൽ തന്നെ കൂലി കിട്ടും. എഴുത്തിക്കാഫിന്റെ നീയത്തോടെ കയറിയിരുന്ന ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലും. എന്നിട്ട് എന്ത് സംഭവിക്കും? നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞിറങ്ങിയാല് എവിടെയെങ്കിലും കൂടുന്ന സമയത്ത് അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, മറ്റേതാണ്, ഓരോരുത്തരുടെ കുറ്റം. ഇനി ആരുടെയും കുറ്റം പറയാനില്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദിന്റെ കുറ്റമെങ്കിലും പറയും.